ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട കേട്ടോ. ഇന്ന് എനിക്ക് സ്കൂളിലുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത്. അവളൊരു 7 മണിയാകുമ്പോൾ പോകട്ടോ. ഇവിടെ ക്ലാസ് സ്റ്റാർട്ടാകുന്നത് 7:30 ആകുമ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ടാവും. അങ്ങനെ അവൾ പോയതിന് ശേഷം ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പച്ചരി ദോശയാണ്. കണ്ണൂർ സ്പെഷ്യലാണ് ഈ പച്ചരി ദോശ എന്നുള്ളത്. അതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയൊക്കെ ഇഡ്ഡലിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അത്രയും മാവ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പച്ചരിയൊക്കെ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചോറാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ചോറ് ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പച്ചരി കുതിർക്കുന്ന ടൈമിൽ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അതുകൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് കിട്ടുമോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സാധാരണ ഞാൻ ചെയ്യാറുള്ളത് ചോറ് വെച്ചിട്ട് തന്നെയാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവലുണ്ടല്ലോ അവൽ ചേർത്ത് കൊടുക്കും. അതാകുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ചെടുത്ത് ഞാൻ ആ മിക്സിയുടെ ജാർ അപ്പം തന്നെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ പൊതുവെ എന്തരച്ചാലും ഇതുപോലെ ആ ഒരു മിക്സിയുടെ ജാറ് ഒന്നും കഴുകിയിട്ടില്ലെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാറ് പെട്ടെന്ന് തന്നെ കഴുകി വെക്കും കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നോവ എണീറ്റ് നോവ അടുക്കളയിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോവ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു ടെൻഷനാണ് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അവളിങ്ങനെ പുറകെ നടക്കും. പിന്നെ ഇപ്പം നടക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് തന്നെ എല്ലാം പെറുക്കി വയലിട്ടിടലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഞാൻ അവളെ ഏട്ടനടുത്താക്കിയിട്ട് വന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ദോശക്കല്ല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷമാണ് ഞാനൊരു മാവൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും ദോശക്കല്ലൊന്ന് ചൂടാവുമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇത് ദോശക്കല്ലൊക്കെ ചൂടായപ്പോൾ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല്ല ഈ ഒരു ദോശക്കല്ലിൽ നമ്മൾ ചുടുന്ന ടൈമിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ദോശയ്ക്ക്. അതേസമയം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചുടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു ദോശക്കല്ലിൽ തന്നെയാണ് ചുടാറുള്ളത്. അങ്ങനെ ഇത് ദോശയൊക്കെ ചുട്ടു. പിന്നെ കറിയായിട്ട് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ. അപ്പോൾ അതൊന്ന് ചൂടാക്കി. അപ്പോൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അടുക്കളോട്ട് വന്നതാണ് ചോറിൻ്റെ പരിപാടിയൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ ഒന്ന് വെളിയിലോട്ട് എടുത്ത് വെക്കുകയാണ്. സാധാരണ ഞാൻ അടുക്കളയിലോട്ട് വന്ന ഉടനെ എടുത്ത് വെക്കുന്നതാണ്. ഇന്നെന്തോ ഞാൻ മറന്നു. അപ്പോൾ ഇത് അതൊക്കെ ഒന്ന് വെളിയിലോട്ട് എടുത്ത് വെക്കാമെന്ന് കരുതി. ഇവിടെ ഞാൻ അരിയുടെ കൂടെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ വയ്ക്കാറുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ വെള്ളം തിളച്ചതിന് ശേഷമാണല്ലോ അരി ഇടാറുള്ളത്. ഇവിടെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചായ കുടിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴുകാനിട്ടു. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ തന്നെ ചായയൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ഇത് ചോറാവുന്ന സമയം കൊണ്ട് ഉപ്പേരിക്കുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് കരുതി. ഏതായാലും ഒരു ബേണർ ഒഴിവാണല്ലോ. അപ്പോൾ ആ ഒരു ബേണറിലേക്ക് ഉപ്പേരി ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കിച്ചണിൽ നിന്ന് ഒഴിവാകാൻ പറ്റും കേട്ടോ. മാത്രമല്ല ഈ ഒരു 10-11 മണി ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മുടെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിയുകയാണെങ്കിൽ പിന്നീട് എന്നുള്ള സമയങ്ങൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പയർ ഒരു കെട്ട് മാത്രം എടുത്തിട്ട് ബാക്കിയൊരു ഭാഗം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പയറൊക്കെ കഴുകിയതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇല്ലേ പണ്ടൊക്കെയെന്ന് വെച്ചാൽ
ഞാൻ എൻ്റെ ഒരു റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ കുറച്ച് വീട്ടിലൊക്കെ വിളിച്ച് ഫോണിലൊക്കെ നോക്കി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചോറിനുള്ള പരിപാടികൾ നോക്കുക. ആ സമയമൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു 4 മണിയൊക്കെ ആവും കേട്ടോ കിച്ചണിൽ നിന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞെന്ന് ഇറങ്ങണമെങ്കിൽ. പിന്നീട് ആ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു സമയം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആ ഒരു ദിവസങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റൊട്ടീനിലോട്ട് എത്തിയത്. അപ്പോൾ ഇപ്പോഴെനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അപ്പോഴേക്കും നോവ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയോടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ടോയ്സൊക്കെ കൊടുത്തിരുത്തിയതാണ്. അപ്പോൾ അതൊക്കെ മടുത്തപ്പോൾ ആൾ തിരികെ വന്നു. അപ്പോൾ ഇത് കിച്ചണിലെ തന്നെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയേക്കാണ് കേട്ടോ. അങ്ങനെ ഇത് ഉപ്പേരിക്കുള്ള പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ അതിലോട്ടുള്ള സവാള കട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ സവാളയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉപ്പേരി വെക്കാറുള്ളത്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ മക്കളുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം എരിവാക്കാറില്ല കേട്ടോ. പ്രത്യേകിച്ച് ഉപ്പേരിയൊക്കെ അവർക്ക് ഇഷ്ടമാണ്, അപ്പോൾ അത് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എരിവ് അത്ര കൂട്ടാറില്ല. അങ്ങനെ ഇത് ഞാൻ ഉപ്പേരിക്കും പിന്നെ കറിക്കുള്ള തേങ്ങ ചിരക്കിയൊന്ന് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് തേങ്ങ വാങ്ങിക്കാറുള്ളത്. സാധാരണ ചിരകിയ തേങ്ങ കിട്ടാറുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ചിരകിയ തേങ്ങ ഞാൻ പുട്ടിനൊക്കെ ആണെങ്കിലേ എടുക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ കറിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഫ്രഷായിട്ട് ചിരകിയിട്ട് കറിക്ക് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തേങ്ങയൊക്കെ ചിരകി കഴിഞ്ഞാൽ കുറച്ചധികം തന്നെ ഉപ്പേരിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ഇട്ടിട്ട് ഞാനൊന്ന് തിരുമ്മി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഉപ്പേരിയുടെ ചട്ടി ഒന്ന് ചൂടായപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണയും കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഞാൻ അതിലോട്ട് പയർ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഐസൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉപ്പേരി ഉണ്ടാകുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അയലയാണ് കേട്ടോ. ഞാനിവിടെ ഒരാഴ്ചത്തേക്കാണ് കേട്ടോ മീനൊക്കെ വാങ്ങാറുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലത്തെ പോലെ എന്നും വാങ്ങിക്കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കാണ് കേട്ടോ വാങ്ങിക്കൊണ്ടുവരാറുള്ളത്. അപ്പോൾ അയലൊക്കെ ആണെങ്കിൽ ഞാനൊരു 2-3 ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ തീർക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഉണക്ക് ചൊവയായിരിക്കും. കുറേ കാലം ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ ഭയങ്കര ഒരു ഉണക്ക ചൊവയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ മീനൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കറിയൊക്കെയുള്ള പരിപാടികൾ നോക്കുകയാണ്. മഞ്ഞളും മുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ 2-3 തവണയായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇത് നമ്മുടെ ചോറ് ഊറ്റിയെടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ള അരിപ്പയിലാണ് കേട്ടോ ചോറ് ഊറ്റിയെടുക്കാറുള്ളത്. ഇതുപോലുള്ള റിങ് വാഷ് ബേസിനിൽ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് അരിപ്പ് വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ഊറ്റിയെടുക്കാറുള്ളത്. അങ്ങനെ ഇത് ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറിയിലോട്ട് വേണ്ട തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലോട്ട് ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ പുളി ഇങ്ങനെ കുതിർത്തിട്ട് ഒരു 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ. അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ അതിലോട്ട് നമ്മുടെ അരവ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് മഞ്ഞളും മുളകും ഇട്ടിട്ട് തേങ്ങയൊന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ആ ഉപ്പേരി ചട്ടിയിൽ നിന്ന് പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വലിയ ചട്ടികളും പാത്രങ്ങളും ഒന്നും കഴിയേണ്ട ആവശ്യം ഉണ്ടാവില്ല കേട്ടോ പിന്നീട്. അപ്പോൾ ഇത് ഞാൻ മീനൊക്കെ ഒന്ന് വറക്കാനിട്ടിട്ടുണ്ട്. ഇത് ഞാൻ തലേ ദിവസം ഉപ്പുമുളകൊക്കെ വരട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വറക്കാനിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്നായി വരുന്ന സമയം കൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പിന്നെ നോവയ്ക്ക് ഫുഡൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു വന്നിട്ടാണ് കേട്ടോ ഞാൻ അകമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കർട്ടനൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു ചെറിയൊരു ബാൽക്കണിയാണ്. അപ്പോൾ നോവ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ബാൽക്കണി അങ്ങനെ തുറക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് അടിച്ചു വരുന്നതിനിടയിൽ വാഷിംഗ് മെഷീനിലോട്ടുള്ള അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയിടുകയാണ്. ഈ ഒരു അടിച്ചുവാരി ക്ലീൻ ചെയ്യുന്ന സമയം ഞാൻ അവയ്ക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് ഇരട്ടി പണിയാക്കി തരും. എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. പിന്നെ അടിച്ചുവാരി കൂട്ടി വെക്കുമല്ലോ, അതൊക്കെ വലിച്ചു വാരിയിട്ടു കേട്ടോ.
അപ്പോൾ ഇതെൻ്റെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ കയറിയിട്ടാകും, പിന്നെ വൈകിട്ട് മാത്രമേ ഞാൻ കയറുള്ളൂ കേട്ടോ. ഇപ്പോൾ സമയം 10:45 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും വൈകിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10:15 10:30 ആകുമ്പോഴേക്കും എൻ്റെ കിച്ചണിലെ പരിപാടികളൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം വെച്ചിട്ടൊക്കെ കിച്ചണിലെ പരിപാടികളൊക്കെ തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ടൈം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ചിലർക്ക് പുതുതായിട്ടൊക്കെ പഠിക്കുന്നതൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടും. പിന്നെ ഇല്ലേ, ഈ ഒരു സമയം നമ്മൾ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു ടൈം ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ കയറും, പിന്നെ യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റയിലൊക്കെ കയറിയിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തണമെങ്കിൽ സമയം ഒത്തിരിയാകും. അപ്പോഴേക്കും നമ്മുടെ ഉച്ചയുടെ സമയമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈം നമ്മൾ മാക്സിമം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.